കട്ടപ്പനയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് INTUC. പോലീസ് നിലപാട് ഇത്തരത്തിൽ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു പറഞ്ഞു. 3 ബാങ്ക് ജീവനക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയത് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനാണെന്നും ആരോപണം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്നും INTUC ആവശ്യപ്പെട്ടു. വ്യാപാരിയായിരുന്ന ശ്രീ മുളങ്ങാശ്ശേരി സ്ഥാപിച്ചേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഒരു കാരണവശാലും തൃപ്തികരമാണ്. കാരണം ഈ വിഷയം ഞങ്ങളാണ് ഈ വിഷയം ആദ്യമേ തന്നെ പൊതുസമൂഹത്തെ അറിയിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണമൊഴി വളരെ കൃത്യമായി അവരിൽ നിന്ന് വാങ്ങി ആ മരണമൊഴി പൊതുസമൂഹത്തെ ലോകത്ത് ഞാൻ ആദ്യമേ തന്നെ KDF എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും അതുപോലെ തന്നെ വോയിസ് ഓഫ് വെള്ളയാമണി തുടങ്ങിയ ഈ 2 വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മാധ്യമങ്ങൾക്ക് നേരിട്ട് കൊടുത്തു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള പ്രതികളായിട്ടുള്ള ആളുകൾ ഇന്നലെ അറിയാൻ കഴിഞ്ഞാൽ അവരെ ബാങ്കിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇടത് കാലിലെ മന്ത് വലത് കാലിലേക്ക് മാറ്റി എന്നൊഴിച്ചാൽ സസ്പെൻഷൻ കൊണ്ട് എന്ത് ഗുണം? 10 ദിവസം ശമ്പളത്തോടു കൂടി വീട്ടിൽ പോയിരിക്കുക, 11ാമത്തെ ദിവസം വീണ്ടും ജോലിക്ക് കയറുക. നഷ്ടപ്പെട്ടതൊന്നും തിരികെ കൊടുക്കാൻ കഴിയുന്നില്ല. സസ്പെൻഷനല്ല ആവശ്യം. യഥാർത്ഥത്തിൽ ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇവർക്കെതിരെ നടപടിയെടുക്കണം. മാത്രമല്ല ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രചരണം നൽകിയ ആളുകൾ ഇന്ന് പുറത്തോട് വലിക്കുക. അവർക്കെതിരെ FIR ഇല്ല, കേസില്ല, നടപടിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സസ്പെൻഷൻ ഒരു പ്രഹസനം മാത്രമാണ്. ഈ സസ്പെൻഷൻ കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടാവുന്ന ആരും വിചാരിക്കേണ്ട. ശക്തമായ സമരം, ആ ബാങ്ക് തുറപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സമരത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകും.